കൂട്ടുകാരെ, എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ശർക്കര പായസം, അതായത് ചക്കര പൊങ്കൽ. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ പറയും. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാലാണ് ഒഴിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഞാൻ 3 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് പാലെടുക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം കലത്തിന്റെ 1/4 ഭാഗം വിട്ടിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് പാലും വെള്ളം കൂടി നന്നായി തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് 3/4 ഗ്ലാസ് അരിയും 1/4 ഗ്ലാസ് പരിപ്പും കൂടി ചേർത്ത് 1 ഗ്ലാസ് അരി. അത് നന്നായി കഴുകി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ച് അരി പരിപ്പും നന്നായി വേവണം. അരിയും പരിപ്പും നന്നായി വെന്തതിന് ശേഷം കണ്ടില്ലേ, അരി കുറച്ചും കൂടി വേവണം. നന്നായി വെന്തതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് ശർക്കര ചേർക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പരിപ്പ് വേവാതെ കല്ല് പോലെ ഇരിക്കും. അപ്പൊ അരിയും പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് ഫസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 ഗ്ലാസും കൂടി ശർക്കര നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി തിളയ്ക്കണം. ഈ വെള്ളമൊക്കെ വറ്റി കുറുകി നമ്മുടെ ശർക്കര അലിഞ്ഞ് അരിയും പരിപ്പ് നന്നായി വെന്ത് പാകത്തിനാണ്. ഈ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെ നന്നായി തിളക്കട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ചൂടാക്കി അതിലോട്ട് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കര പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. നെയ്യും ചോറും തമ്മിൽ നന്നായി മിക്സ് ആവണം. ആ അരിയും ചോറൊക്കെ നന്നായി മിക്സ് ആയതിനു ശേഷം 1 പിടി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. 1 പിടി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഏലക്ക, ഒരു 4-5 ഏലക്ക ചതച്ചിട, അല്ലെങ്കിൽ 1 ടീസ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ തീ ഇപ്പോൾ ഓഫ് ചെയ്യണം. നാളികേരം ചേർത്തതിന് ശേഷം ഓവറായിട്ട് തിളപ്പിക്കാൻ പാടില്ല. തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ചെറുപഴമാണ് ചേർക്കേണ്ടത്. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ നേന്ത്രപ്പഴമാണ് ചേർത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം നല്ലതാണ്. ശർക്കര പായസത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേന്ത്രപ്പഴം ഒരു 5-6 പീസ് നേന്ത്രപ്പഴം റൗണ്ടില് നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര പൊങ്കൽ, അതായത് ശർക്കര പായസം തയ്യാർ. അപ്പൊ ഇതുപോലെ ഇനി പൊങ്കലിനോ പൊങ്കാലയ്ക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി. ഞാനത് ആറ്റുകാൽ പൊങ്കാല ഉണ്ടായല്ലോ, അന്നാണ് വെച്ചത്. അപ്പൊ അതിന് വേണ്ടി കുറച്ചെടുത്ത് ഞാൻ സ്വാമിക്ക് നിവേദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ആദിലക്ഷ്മി കിച്ചൻ വീട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരാട്ടെ. ബൈ ബൈ.